ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഡ്രാമ ലോഗോ. ദെൻ ചെല്ലിയാൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പം ചെല്ലിയാൻ്റെ അമ്മ ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് അച്ഛൻ വന്നാണ്ട് സോറി ഞാൻ ലേറ്റായി പോയിന്ന് എന്നൊരു, പക്ഷേ ഓളൊന്നും അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത കാണുമ്പോൾ അത് ചോദിക്കും, എന്താ ചെല്ലിയാൻ ഡിന്നറിന് വന്നില്ലെന്ന് നോക്കും. അപ്പോൾ അതല്ല പ്രശ്നം എന്ന് പറയും. പിന്നെ എന്താണെന്ന് നോക്കും. അപ്പോൾ അങ്ങനെ മേലോട്ട് നോക്കും അവളെ റൂമിലേക്ക്. അപ്പോൾ അവളെ അച്ഛനും നോക്കും എന്താ വെച്ചിട്ട് അങ്ങനെ അവളെ റൂമ് കാണിക്കുന്നത്. അപ്പോൾ ചെല്ലിയാൻ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ അവളെ അച്ഛൻ വന്നിട്ട് റൂമിൽ അടിച്ചിട്ട് ചെല്ലിയാന്ന് പറഞ്ഞിട്ട് അവൾ റൂമിൽ കയറും. അപ്പം അവൾ വിളിക്കുമ്പോഴൊന്നും അവൾ എഴുന്നേറ്റില്ല, കാരണം അവൾ ഭയങ്കര കരച്ചിലായിരിക്കും. അച്ഛൻ വന്നുകൊണ്ട് ചോദിക്കും എന്താ പറ്റി, എന്തിനാ അങ്ങനെ കരയുന്നത്, കാര്യം പറയുന്നവരും. ആ നേരത്ത് അവൾ എഴുന്നേറ്റുന്നാണ്ട് നിർത്താതെ കാര്യം. അതിൽ അച്ഛൻ പറയും ഓക്കെ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, എന്താ ആരെങ്കിലും ഉപദ്രവിച്ചു, എന്തിനാ ഇങ്ങനെ കരയുന്നത്, നിർത്താതെ നിൽക്കും. കുറേ സമാധാനിപ്പിക്കാൻ നോക്കും, പക്ഷേ അവൾ നിർത്താതെ കാര്യം. അങ്ങനെ അമ്മക്ക് ഭയങ്കര സങ്കടവും. അങ്ങനെ അമ്മ ഓടി വരും. അമ്മ പറയും എന്താണ് കാര്യം പറയും, എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കയറി വിളിക്കും. അപ്പോൾ അമ്മേൻ്റെ ഇത് കണ്ടിട്ട് അച്ഛൻ പറയും ഈ താഴത്തേക്ക് പോയിക്കോ, ഞാൻ ചോദിച്ചോളാം, ഈ ഭക്ഷണം പോയി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മ അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കോ, അപ്പോൾ ഈ താഴെ പോകുന്നത് ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം അമ്മ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. അപ്പോൾ അമ്മേൻ്റെ ക്യാരക്ടർ അറിയുന്നതുകൊണ്ടാണ് അച്ഛൻ താഴെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവൾ അച്ഛൻ്റെ തോളിങ്ങനെ കിടന്നിട്ട് അറിയും ഞാനിപ്പോൾ ശരിക്കും പ്രണയത്തിൻ്റെ ഇതിലൂടെ ക്രോസ് ചെയ്ത് പോയിട്ടാണ് എന്തായാലും എനിക്ക് ഇത്ര സങ്കടം എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും ചെല്ലിയാ ഞാനും തന്നെ ഇനി എൻ്റെ ഫസ്റ്റ് പ്രണയത്തിലെന്ന് പറയും. അന്നേരത്തെ ഓള് എന്നിട്ടുണ്ട് എല്ലാ അമ്മയല്ലേ ഇനി അച്ഛൻ്റെ ആദ്യ പ്രണയം എന്ന് പറയും. അന്നേരത്തെ വേഗം അച്ഛൻ മിണ്ടല്ലേ പതുക്കെ പറയും. എന്നിട്ട് അച്ഛവളങ്ങനെ ഉപദേശിക്കും. ചിലപ്പം യൂഫി ഭയങ്കര എന്താണ് എഫേർട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവും, അവൻ്റെ ആർട്ട് കാര്യങ്ങൾ സക്സസ് ആവാൻ. അപ്പോൾ അവൻ ആ ഒരു മിഷൻ്റെ കാര്യത്തിലായിരിക്കും. അതുകൊണ്ടാണ് അവന് വേറെ ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നും നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ അവളേക്കും എന്തിനാ എല്ലാവരും അങ്ങനെ വലിയൊരു സക്സസ് കാണുന്നത്, നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു സന്തോഷമുള്ള ലൈഫ് കാര്യങ്ങൾ ജീവിച്ചാൽ പോരെ നിൽക്കും. അപ്പോൾ അച്ഛൻ പറയും അങ്ങനെയും മതി, പക്ഷേ എല്ലാ ആർട്ടിസ്റ്റും കാര്യങ്ങളും അങ്ങനെയല്ല. ചില കുറേ ആർട്ടിസ്റ്റ് കണ്ടില്ല, അവരൊക്കെ പിന്നെ നല്ല ഫേമസ് ആയതിൻ്റെ ശേഷമാണ് അങ്ങനെ മരിച്ചു പോയിട്ടുള്ളത്. അവരിങ്ങനെ എത്ര ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ടിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞെടുക്കും, വിൻസെൻറ്റ്, ജൻമോമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അങ്ങനെ ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവൾ എന്നെ അന്വേഷിച്ച് പറയും പക്ഷേ എനിക്ക് ആരെ പോലെ ആവണ്ട, അങ്ങനത്തെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആവണ്ടെന്ന് പറയും. അപ്പോൾ അവൾ അച്ഛനിങ്ങനെ അവളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഈ ഒന്നും നോക്കണ്ട, ഈ വിൻസെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ പോലെ ആവണ്ട, ഈ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള എനിക്കിഷ്ടമുള്ള എന്താണോ അങ്ങനെ ആയാൽ മതി എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. കെജോവും കെഷാനും അവർ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. കെജോ ഇങ്ങനെ ഓരോ ബുക്ക് കാര്യങ്ങൾ നോക്കിയിരിക്കും. അപ്പോൾ കെഷാനോട് ചെല്ലാണ്ട് അമ്മയ്ക്കും ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണോ, നല്ല ഹാൻസം ആണല്ലോ കാണാനെന്ന് പറയും. അപ്പോൾ ഓളിങ്ങനെ ചോദിച്ചാണ്ട് അല്ല എൻ്റെ ജസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയും. അപ്പോൾ ഓളം പറയും അല്ല എനിക്കിഷ്ടമാണെങ്കിൽ എന്തായാലും കാര്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൽ കെഷാന് ആൻറ്റി നിങ്ങളെന്തെങ്ങനെയെന്നൊക്കെ പറയും. ഓളമ്മ ഭയങ്കര ഓപ്പൺ ആയിരിക്കും. അപ്പം പറയാം ഞാൻ ജസ്റ്റ് തമാശ എന്നാണ് അറിയാം. കെഷാൻ ചോദിക്കും എവിടെ ചെല്ലാൻ എന്താ വരാത്തേക്കും. അതിൽ അമ്മനെ വിളിക്കും ചെല്ലാൻ. അങ്ങനെ ചെല്ലാനുണ്ടാവും ഇങ്ങനെ അഞ്ഞ് കടന്നിരുന്ന് ഭയങ്കര സ്ലോ ആയിട്ട്. എന്നിട്ട് പറയും കെഷാൻ ഞാൻ വരുന്നില്ല, എനിക്ക് അവൾ അങ്ങോട്ട് വരാൻ, ഞാൻ ഇവിടെ വന്നോളാറ്, ഇവിടെ അമ്മനെ ഹെൽപ്പ് ചെയ്തോളാറ്. അപ്പോൾ അമ്മ പറയും ഇത്ര ആക്റ്റീവായിട്ട് ഇതിന് മുന്നേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ അവരെ ഉന്തി പറഞ്ഞേക്കും. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കെഷാനെ പിടിച്ചിട്ട് അമ്മ പറയും എന്തായാലും ചെല്ലാനെ സമാധാനിപ്പിക്കണം കേട്ടോ, ഇതല്ലെങ്കിൽ വേറെയും പറ്റിയ ചെക്കന്മാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പറഞ്ഞ് അവളെ കംഫർട്ട് ചെയ്യണം, അവളെ നല്ലോണം നോക്കണം കേട്ടോ എന്നിട്ട് വൈകുന്നിട്ട് അവർ പറഞ്ഞേക്കും. അങ്ങനെ ഒരു മൂഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. എന്നിട്ട് അവിടെയുള്ള ഓരോ പാർക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവളൊരു മൂഡ് കാര്യങ്ങളൊക്കെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവളൊരു ചിത്രം പിടിച്ചിട്ട് ഒരു പെണ്ണ് പോണേ കാണുന്നത്. അങ്ങനെ അവൾ നിർത്തി ചോദിക്കും എന്താ ഞാൻ നോക്കട്ടെ നിൽക്കും. അങ്ങനെ അവൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ രണ്ടാളും ആ ഒരു കപ്പിൾസിനെ നന്നായിട്ട് വരച്ച ചിത്രമായിരിക്കും. ഇതോടെ നിങ്ങൾക്ക് വരച്ചെന്ന് നിൽക്കും. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ ചുണ്ടും. അപ്പോൾ കാണുമ്പോൾ ഓക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ചെല്ലാൻ എന്ത് ചെയ്യും, ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടും. അപ്പോൾ കെഷാനൊക്കെ ചെല്ലാൻ നിൽക്കുക എന്നിട്ട് ബാക്കൗട്ട് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും യൂഫി എന്നിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ചിത്രത്തിന് വേണ്ടി കുറേ ആൾക്കാർ ലൈൻ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഇവരിത് കാണുമ്പോൾ ആകെ സർപ്രൈസ് ആവും. യൂഫിത് എന്താ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ചെല്ലാൻ എന്ത് ചെയ്യും, നേരെ വരയ്ക്കുന്ന അവിടെ സീറ്റ് പോയിരിക്കും. അപ്പോൾ യൂഫിയോളെ കാണുമ്പോൾ ഈ എന്താ ഇവിടെ ഇരിക്കുന്ന പറയും എനിക്ക് ഒരു ചിത്രമാണെന്ന് പറയും. അപ്പോൾ യൂഫി പറയും ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, ഇവിടെ ഇപ്പോൾ പോകണമെന്ന് പറയും. എന്നിട്ട് ചെല്ലാൻ പറയും സാർ നിങ്ങൾക്ക് എന്നെ അറിയോ, ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റമർ മാത്രമാണ്, എനിക്കൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വരും. എന്നിട്ട് യൂഫി പറയും സോറി ഇന്നത്തെ ചിത്രം വരെ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് തന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ എണ്ണീറ്റ് പോകും. അപ്പോൾ ചെല്ലാൻ ചോദിക്കും അല്ല എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുകയാണ് ആ മത്സരത്തിൻ്റെ പ്രൈസ് കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് ആൾക്കാർക്കൊക്കെ ചിത്രം വരച്ച് പൈസ വാങ്ങുന്നത്, എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. നേരത്തെ അവന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ കെഷാനോടൊക്കെ പറയും ഓൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സീറ്റ് കാര്യങ്ങൾ എനിക്ക് എന്തായാലും പാക്ക് ചെയ്ത് തരേണ്ടി പറഞ്ഞിട്ട് അവനോട് നടന്ന് നീങ്ങാൻ നോക്കും.